ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. അടുത്ത ISLന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒക്ടോബർ മാസത്തിലെ ഇന്റർനാഷണൽ ബ്രേക്കിന് ശേഷമായിരിക്കും ISL തുടങ്ങുക എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് അപ്ഡേറ്റുകൾ ആശിഷ് നേഗി നൽകിയിട്ടുണ്ട്. അത് വിശദമായി കൊണ്ട് നമുക്ക് പരിശോധിക്കാം. അതായത് ISL മീഡിയ റൈറ്റ്സ് സ്വന്തമാക്കാൻ വേണ്ടി നിലവിൽ 3 കമ്പനികളാണ് രംഗത്ത് വന്നിട്ടുള്ളത്. ഒരു ബ്രോഡ്കാസ്റ്റിംഗ് ചാനൽ, ഒരു സ്ട്രീമിംഗ് കമ്പനി, ഒരു അമേരിക്കൻ പ്രൊഡക്ഷൻ കമ്പനി എന്നിവരാണ് രംഗത്ത് വന്നിട്ടുള്ളത് എന്നാണ് ആശിഷ് നേഗി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ആ അമേരിക്കൻ കമ്പനി ഏതാണ് എന്നുള്ളത് മാർക്കസ് നർഗുലാവോ ഇപ്പോൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. NEP എന്ന അമേരിക്കൻ കമ്പനിയാണ് മീഡിയ റൈറ്റ്സിന് വേണ്ടി രംഗത്ത് വന്നിട്ടുള്ളത്. അതേസമയം സീ സ്പോർട്സും ഇതിനു വേണ്ടി രംഗത്തുണ്ടെന്ന് IFT ന്യൂസ് മീഡിയ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഏറ്റവും വലിയ ടെൻഡർ വെക്കുന്നവർക്കാണ് ഈ മീഡിയ റൈറ്റ്സിന്റെ ഒരു അവകാശം ലഭിക്കുക. ഇത്രയും അപ്ഡേറ്റുകളാണ് ടെലികാസ്റ്റിംഗുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഇനി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ ഇൻവെസ്റ്റേഴ്സിന്റെ കാര്യത്തിലുള്ള ഒരു അപ്ഡേറ്റും ആശിഷ് നേഗി നൽകിയിട്ടുണ്ട്. അതായത് പുതിയ ഇൻവെസ്റ്റേഴ്സും കേരള ബ്ലാസ്റ്റേഴ്സും തമ്മിലുള്ള ചർച്ചകൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഒന്നും ഉറപ്പിച്ച് പറയാനായിട്ടില്ല. പരമാവധി 10 ദിവസത്തിനുള്ളിൽ ഇക്കാര്യത്തിൽ ഒരു ഫൈനൽ ഡിസിഷൻ ഉണ്ടാകും എന്നാണ് ആശിഷ് നേഗി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അടുത്ത ISLൽ പങ്കെടുക്കുന്നതിനുള്ള പാർട്ടിസിപ്പേഷൻ ഫീയുടെ അടുത്ത ഇൻസ്റ്റാൾമെന്റ് നൽകേണ്ട തീയതി അടുത്തു വരികയാണ്. അതിനു മുന്നേ പുതിയ ഇൻവെസ്റ്റേഴ്സിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകും എന്നാണ് നേഗി ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. വിദേശത്തുള്ള ഒരു മലയാളി സംരംഭകനാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ശ്രമിക്കുന്നത് എന്നുള്ള കാര്യം മനോരമ റിപ്പോർട്ട് ചെയ്തിരുന്നു. അത് ആരാണ് എന്നുള്ളത് വ്യക്തമായിട്ടില്ല. പക്ഷെ അധികമൊന്നും കാത്തിരിക്കേണ്ടി വരില്ല. ഒരു 10 ദിവസത്തിനുള്ളിൽ ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാകും എന്നാണ് നേഗി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.